ഇന്ന് നാം പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ അന്ത്യ അത്താഴമാണെന്ന്. യേശുവിൻ്റെ സമയം സമാഗതമായപ്പോൾ ഒരു പ്രത്യേകമായ രീതിയിലാണ് അവിടെ നിന്ന് ഈ പെസഹ ആഘോഷത്തിന് തുടക്കമിടുന്നത്. തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പെസഹ ഒരുക്കണമെന്ന് യേശു തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പവും വീഞ്ഞും കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പൗരോഹിത്യം സ്ഥാപിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം കൂടിയാണെന്ന്. അവിടുത്തെ പെസഹ തൻ്റെ പീഡാസഹനത്തിന് മുമ്പുള്ള പെസഹയായിരുന്നു. കുരിശുമരണത്തിലൂടെയും പീഡനങ്ങളിലൂടെയും അവിടുന്ന് തൻ്റെ ജീവിതം നമുക്കായി സമർപ്പിക്കുന്നു. അത് സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. കാൽവരിയിൽ നെറുകയിൽ കുരിശിൽ കിടന്നുകൊണ്ടാണ് അവിടെ നിന്ന് ഈ സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നത്. മറ്റുള്ളവർക്ക് മുൻപിൽ യേശു ഒരു പരാജിതനാണ് നമുക്ക് തോന്നും. യേശുവിൻ്റെ ജീവിതം പരാജയമല്ല. ഉദ്ധാനത്തിൻ്റെ മഹിമയിലേക്ക് ഉയർന്നുകൊണ്ട് ആ സന്തോഷവും പ്രതീക്ഷയും നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പെസഹ ആചരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. നമുക്ക് അർത്ഥവത്തായ രീതിയിൽ പെസഹ ആഘോഷിക്കാം. പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു.